ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, 2025 മോഡൽ ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലാബ് 34 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. വളരെ എളുപ്പമുള്ള ലാബാണ്. ചോദിക്കുവാണെങ്കിൽ ഇതേ മോഡൽ തന്നെ ചോദിക്കത്തുള്ളൂ കേട്ടോ മക്കളെ, ഇതേ മോഡൽ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 2. സോ ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ജിയോജിബ്ര ആപ്ലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 2. അപ്പോൾ നമുക്ക് നമ്മുടെ ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് റൂട്ട് എക്സ് പ്ലസ് 2 അടിക്കണമെങ്കിൽ എങ്ങനെ അടിക്കണം മക്കളെ? അറിയാം അല്ലേ? SQRT എന്ന് വേണം റൂട്ടിനെ അടിക്കാൻ. SQRT ഓഫ് എക്സ് പ്ലസ് 2. സോ നമ്മുടെ ഗ്രാഫ് വന്നു കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 2023 24 മോഡൽ പോലെ തന്നെ കേട്ടോ. എന്നിട്ട് യൂസിങ് ഇൻപുട്ട് കമാൻഡ് A ഈക്വൽ ടു ഇൻ്റഗ്രൽ F14 എന്ന് ടൈപ്പ് ചെയ്യണം. സോ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, A ഈക്വൽ ടു ഇൻ്റഗ്രൽ അടിക്കുമ്പോൾ തന്നെ അവിടെ വന്നു. സോ ഇൻ്റഗ്രൽ ഈ മൂന്നാമത്തെ കൊണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഫംഗ്ഷൻ സ്റ്റാർട്ട് വാല്യൂ എൻഡ് വാല്യൂ. ഓക്കെ, ഇൻ്റഗ്രൽ എഫ്, പിന്നെ ടാബ് പ്രസ് ചെയ്യുക. അപ്പോൾ അത് അടുത്ത് സെലക്ട് ആവും 1. വീണ്ടും ടാബ് പ്രസ് ചെയ്യുക 4. ഓക്കെ, എൻ്റർ അടിച്ചു. സോ വന്നു കഴിഞ്ഞ മക്കളെ, ഇതാണ് നമ്മുടെ ഏരിയ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും കേട്ടോ. ഇൻ്റഗ്രൽ എഫ് ഫ്രം 1 to 4, 1 തൊട്ട് 4 വരെയാണ് കേട്ടോ മക്കളെ. 1 തൊട്ട് 4 വരെയുള്ള ഭാഗത്തെ ഏരിയ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. എത്രയാണ്? 6.33. അപ്പോൾ പിന്നെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ എഴുതാൻ. ഏരിയ ഈസ് ഈക്വൽ ടു 6.33 എന്ന് എഴുതിയേ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുകണേ? ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ആപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക ദെയർഫോർ ഏരിയ ഈസ് ഈക്വൽ ടു എഴുതി വയ്ക്കുക 6.33. ഓക്കെ, for the following questions you can find the answer either by using the applet constructed above or direct input method. മുന്നിലത്തെ ചെയ്ത വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. സോ നമുക്ക് മുന്നിലത്തെ ചെയ്ത വെച്ച് തന്നെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഇവിടുന്ന് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുവാണ്, കാരണം ഫംഗ്ഷൻ മാറ്റി കൊടുക്കണമല്ലോ. എഫ് എന്ന് ടൈപ്പ് ചെയ്തു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, മാറ്റി കൊടുക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു x - 3. മക്കളെ, y സ്ക്വയർ ഇസ് ഈക്വൽ x - 3 ആണ്. ധൃതി പിടിച്ച് ആ x - 3 ടൈപ്പ് ചെയ്ത് കൊടുക്കരുത്. നമുക്കതിനെ മാറ്റണം. y സ്ക്വയർ ഇസ് ഈക്വൽ x - 3 അല്ലേടാ. അപ്പോൾ അതിനകത്ത് y ഇസ് ഈക്വൽ ടു എന്ന് എഴുതണം, മറക്കരുത്. ഏത് ക്വസ്റ്റ്യൻ തന്നാലും y ഇസ് ഈക്വൽ ടു എഴുതുക. അപ്പോൾ y സ്ക്വയർ x - 3 ആണെങ്കിൽ y എന്താണ്? റൂട്ട് x - 3. അത് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കേട്ടല്ലോ, മറക്കല്ല. അപ്പം SQRT ഓഫ് x - 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലിമിറ്റ് പോയിന്റ് 4, 7. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്യാം SQRT ഓഫ് x - 3 അല്ലേ, x - 3. എൻ്റർ അടിക്കുമ്പോൾ ഓക്കെ, ഇവിടെ ഒരു ഡോട്ട് വന്നു കേട്ടോ, അതാണ്. ഓക്കെ, SQRT ഓഫ് x - 3 വന്നു, കിട്ടി. ഇതിൻ്റെ ഏരിയ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണേ മക്കളെ. നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്ത പോയില്ലേ, ഇവിടെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുക എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്കത് നേരത്തെ ടൈപ്പ് ചെയ്ത് കാണാം. അതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ തന്നെ വരുവാണെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇവിടെ നമ്മുടെ പോയത് കൊണ്ട് നമുക്ക് ഇവിടെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എത്ര ഇടാ കൊടുത്തിരിക്കുന്നത്? ലിമിറ്റ് പോയിന്റ് 1 തൊട്ട് 1 4 തൊട്ട് 7 വരെ അല്ലേ. സോ 4 തൊട്ട് 7 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ അല്ലേടാ, 4 തൊട്ട് 7 വരെ എബോവ് എക്സ് ആക്സിസ്. 4 തൊട്ട് 7 വരെ കണ്ടല്ലോ. 4 വേണേൽ സൂം ഇൻ ചെയ്യുമ്പോൾ 4 തൊട്ട് 7 വരെ എബോവ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ടുള്ള ഏരിയ അല്ലേ. എത്ര കിട്ടും? 4.67. ഇതങ്ങ് എഴുതി വെച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ, അതും കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പം അല്ലേ, നല്ല രസമുണ്ട് ചെയ്യാൻ. അടുത്തത് ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to cos 2x ആണ്. x equal to 1, x equal to 2. അപ്പോൾ എന്ത് ചെയ്യണം? cos 2x ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. cos 2x എൻ്റർ കൊടുക്കുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എവിടെ തൊട്ട് വരെയാടാ? 1 to 2. സോ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. 1 to 2. ഓക്കെ, 1 to 2 വന്നു മക്കളെ. പക്ഷെ ഇവിടെ എന്താ കിട്ടിയത്? നെഗറ്റീവ് ആണല്ലേ. ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ABS നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കണം, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ABS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്ന നോക്കിക്കോ, ഇത് നേരെ മുകളിലേക്ക് പൊങ്ങും. ഈ ഏരിയ താഴത്തല്ലേ ഭാഗം,
അത് നേരെ മുകളിലേക്കാവും പോസിറ്റീവ് ആവും. നോക്കിക്കോണേ, എൻ്റർ. കണ്ടല്ലോടാ, എത്ര കിട്ടി? 0.83. അപ്പോൾ ഏരിയ ഇതിവിടെ എങ്ങനെ എഴുതണം നമ്മൾ? ഇത് എഴുതേണ്ട ഇത്രയേ ഉള്ളൂ. ABS ഓഫ് cos 2x ഈക്വൽ ടു ABS അല്ല f of x ഈക്വൽ ടു ABS ഓഫ് cos 2x എന്ന് എഴുതുക. Therefore area is equal to 0.83. ഇത്ര എഴുതി വെച്ചാൽ അത് പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? ആ ABS അടിക്കുന്നത് അറിഞ്ഞിരിക്കണം. ABS എടുക്കുന്നത് എന്താണ്? ഏരിയ നെഗറ്റീവ് ആകത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ അബ്സല്യൂട്ട് മോഡുലസ് ഇട്ടത്. ഓക്കെ അല്ലേ? അതും കഴിഞ്ഞു. വളരെ എളുപ്പമുള്ള ലാഭം അല്ലേ? നെക്സ്റ്റ്, ഇതും അതേപോലെ ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന y is equal to ആണോ നോക്കിക്കോണേ. y is equal to തന്നെയാണല്ലോ. 2x square minus 3. അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തേ. 2x square minus 3. ഏരിയ വന്ന് കുറച്ച് ഭാഗം ഇവിടെ താഴത്തുണ്ടല്ലോടാ മക്കളെ. അപ്പോൾ എന്ത് ചെയ്യണം? അബ്സല്യൂട്ട് കൊടുക്കണം അല്ലേ? ABS ഓഫ് എന്ന് വേണം കൊടുക്കാൻ. ABS ഓഫ് എന്ന് വേണം കൊടുക്കാൻ. ഓക്കെ, ABS ഓഫ് എന്ന് കൊടുത്തെങ്കിൽ മാത്രമേ അത് മുകളിലേക്ക് പൊങ്ങത്തുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ ധൃതി പിടിച്ച് എഴുതി വെക്കില്ല ഏരിയ 1.9 എന്ന്. ഞാനിവിടെ ലിമിറ്റ് പോയിന്റ് കൊടുത്തിട്ടില്ല. എത്രയാണ്? -3 തൊട്ട് 2 വരെയാണ്. ഞാൻ ഇത് മറ്റേൻ്റെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, -3 തൊട്ട് 2 വരെ. അപ്പോൾ ഇവിടെ -3 എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. -3. ഓക്കെ. സോ ഏരിയ വന്നു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 18 പോയിന്റ്. ഇവിടെ നോക്കിയാൽ മതിയേ, 18.13. 18.13 നമ്മുടെ ഏരിയ. അപ്പോൾ ഇതെങ്ങനെ എഴുതണം? ABS ഓഫ് f of x ഈക്വൽ ടു, ഇത് തന്നെ എഴുതിയാൽ മതി. f of x ഈക്വൽ ടു ABS ഓഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് തന്നെ എഴുതി വെച്ചോ. f of x ഈക്വൽ ടു മോഡ് 2x സ്ക്വയർ മൈനസ് 3. therefore ഏരിയ ഈസ് ഈക്വൽ ടു 18.13. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റ്. എത്ര പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞു നോക്കിയാൽ 4 എണ്ണം. ലാസ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ y is equal എന്ന് മാറ്റി എഴുതണം അല്ലേ? ഇതിനെ y is equal എന്ന് മാറ്റി എഴുതണം മക്കളെ. 2023 24 ക്വസ്റ്റ്യൻ കണ്ട് വന്ന കുട്ടികളാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഞാനൊരു ട്രിക്ക് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോടാ? യെസ്, എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചിന്ത വന്നല്ലേ? എന്താ ചെയ്യേണ്ടത്? ഇതിനെ y is equal ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലേ? എങ്ങനെയാണ്? വൈയുടെ താഴെയുള്ളതിന്റെ റൂട്ട് എന്താണ്? 49ന്റെ റൂട്ട് 7 ബൈ എക്സിന്റെ താഴെയുള്ളതിന്റെ റൂട്ട് 16ന്റെ റൂട്ട് എത്രയാണ്? 4 ഇൻറ്റു റൂട്ട് ഓഫ് ഇത് മൈനസ് ഇത് 16 മൈനസ് x സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം, ഏത് ക്വസ്റ്റ്യൻ വന്നാലും മക്കളെ വൈയുടെ താഴെയുള്ള റൂട്ട് എഴുതുക, ബൈ എക്സിന്റെ താഴെയുള്ള റൂട്ട് ഇൻറ്റു റൂട്ട് ഓഫ് ഇത് മൈനസ് ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. അപ്പൊ 7/4 ഇൻറ്റു റൂട്ട് 16 മൈനസ് x സ്ക്വയർ ആണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് 7/4 ഇൻറ്റു റൂട്ട്, അപ്പൊ SQRT ഓഫ് 16 മൈനസ് x സ്ക്വയർ. വന്നു, ഏരിയ വന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താടാ? നമുക്ക് ലിമിറ്റ് പോയിന്റ് തന്നിട്ടുണ്ടോ? ലിമിറ്റ് പോയിന്റ് തന്നിട്ടില്ല. പക്ഷെ ലിമിറ്റ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇച്ചിരി ബോധമുള്ളവരല്ലേടാ? എവിടം തൊട്ട് എവിടം വരെ വേണം? ദേ ഇത് നോക്കി, -4 ഇവിടെ നിറഞ്ഞു നിൽക്കണ ഏരിയ അല്ലേ? കാരണം എലിപ്സിന്റെ പകുതി ഭാഗമല്ലേ ഇത്? എലിപ്സിന്റെ പകുതി ഭാഗമാണിത്, ഫുൾ ഭാഗം കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല ലിമിറ്റ് പോയിന്റ് ഇവിടം തൊട്ട് ഇവിടം വരെ അല്ല, എവിടെയാണ്? -4 തൊട്ട് 4 വരെ വേണം. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ലിമിറ്റ് പോയിന്റ് തരത്തില്ല നിങ്ങൾക്ക്. അപ്പൊ -4 തൊട്ട് 4 വരെയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക, -4 തൊട്ട് -4,4. ഓക്കെ കൊടുക്കുമ്പോൾ അത് നിറഞ്ഞു നിൽക്കും. നോക്കിയോ, കണ്ടല്ലോടാ, നിറഞ്ഞു വന്നു. പക്ഷേ ഇപ്പോഴും ഇത് എഴുതി വെക്കൽ തെറ്റിപ്പോകും. കാരണം എലിപ്സ് എന്ന് പറയാൻ വേണ്ട മക്കളെ. എലിപ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി ഭാഗം കൂടിയില്ലേ താഴത്തേക്കില്ലേ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മുകളിലത്തെ ഭാഗം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഇസ് ഈക്വൽ ടു, ആദ്യം നിങ്ങൾ എഴുതേണ്ടത് y is equal to 7/4, y is equal to അല്ലെങ്കിൽ f of x equal to 7/4 ഇൻറ്റു റൂട്ട് 16 മൈനസ് x സ്ക്വയർ. therefore ഏരിയ ഇസ് ഈക്വൽ ടു മക്കൾ ഇതിന്റെ 2 ഇരട്ടി 2 ഇൻറ്റു 43.98. അതെങ്ങനെ കിട്ടും? 2 ഇൻറ്റു 43.98. അത് കിട്ടാനുള്ള എളുപ്പ വഴി എന്താടാ? നേരെ താഴത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കടാ.
2 ഇൻറ്റു എന്ന് പറയുമ്പോൾ സ്റ്റാർ 43.98 എൻ്റർ അടിക്കുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. എത്ര കിട്ടും മക്കളെ? ഇത് വിൻഡോസിലായതുകൊണ്ടാണ് നിങ്ങൾ ഫ്രാക്ഷൻ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. ഇത് വിൻഡോസിൻ്റെ ഇച്ചിരി കൂടിയ വെർഷൻ ആയതുകൊണ്ടാണ് ഇത് ഫ്രാക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇൻറ്റു ചെയ്താൽ മതി. സോ അത് നിങ്ങളുടെ ജിയോജിബ്ര, നമ്മുടെ ഉബുണ്ടുവിൽ ജിയോജിബ്ര അടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഡെസിമൽ നമ്പർ കിട്ടും. 87.96 ഇല്ലെങ്കിൽ ഇൻറ്റു ചെയ്താൽ മതി. 87.96 ഇതിൻ്റെ ഏരിയ. ഇത്രയുള്ള പരിപാടി. ഇത് ഡെസിമൽ നമ്പറിലേക്ക് വേണേൽ മാറ്റാമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തായാലും ഇത് ഫ്രാക്ഷൻ വരത്തില്ല, കാരണം ഇത് വിൻഡോസിലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി മക്കളെ. വളരെ എളുപ്പം ഏരിയ ഓഫ് ഇൻറ്റഗ്രൽസ് കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതേപോലെ തന്നെ ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ എലിപ്സിന് പകരം സർക്കിൾ ചോദിക്കാം. സർക്കിൾ ഞാൻ ഓൾറെഡി 2023 ചെയ്തിട്ടുണ്ട്. 2023 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇത് രണ്ടും പഠിച്ചിട്ട് പോകാം. ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാൻ പോകുന്നു. ഓക്കെ അല്ലേ? സെറ്റല്ലേ മക്കളെ? അപ്പോൾ നന്നായിട്ട് പഠിക്കാം മക്കളെ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക, അടിച്ച് പൊളിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് കാണാം. ഓക്കെ, ബൈ.